തിരുദൂതർക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ആ നേതാവിന്റെ ബർക്കത്ത് കൊണ്ട് ഈ പരിശുദ്ധമായ ദിവസത്തിന്റെ അളവ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതകാലം അല്ലാഹുവിന്റെ തൃപ്തിയിലായി നയിക്കുവാൻ മാത്രം തുണയ്ക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഹജ്ജ് കൊണ്ട് ഉംറ കൊണ്ട് മർദിയായ സിയാറത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയുടെ ചുറ്റുപാടും മരണപ്പെട്ടവർ, അല്ലാഹുവിന്റെ വിശാലമായ മഗ്ഫിറത്തിൽ മർഹമത്തിൽ അവരെയും നമ്മളെ എല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയ പ്രിയപ്പെട്ട കൊച്ചക്കുള റഹീമുക വളരെ സ്നേഹമുള്ള ഒരു ഉന്നത വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ഹൃദയ സ്നേഹമുള്ള ഒരു വ്യക്തി എന്ന് വേണം പറയാൻ. അത്രത്തോളം പ്രത്യേകിച്ച് അലിയുടെ വലിയ സ്നേഹമുള്ള ഒരു വ്യക്തിത്വമാണ്. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അല്ലാഹു ക്ഷമയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശ്വാസികളാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത നമുക്ക് വരാൻ പോകുന്നത് മരണമെന്ന അതിഭീതിതമായ അവസ്ഥയാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് വരാൻ പോകുന്നത് ഖബറാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് വരാൻ പോകുന്നത് മഹിഷറയാണ്. ആ മഹിഷറ കഴിഞ്ഞാൽ പിന്നീട് വിചാരണയാണ്. ആ വിചാരണ കഴിഞ്ഞാൽ പിന്നീട് സിറാത്ത്. അങ്ങനെ അനവധി നിരവധി കടമ്പകൾ. ഖബറിൽ തന്നെ അല്ലാഹു നിർണയിച്ചിരിക്കുന്ന വർഷം എത്ര വർഷം കിടക്കണമെന്ന് എഴുതും പിടിയിട്ടുണ്ട്. നമ്മുടെ വാപ്പിച്ചിയാകുന്ന ആദനബി കൊണ്ട് ഇങ്ങോട്ടുള്ള സകല മനുഷ്യന്മാരും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വർഷമായി അവർക്ക് മണ്ണിനടിയില്ല. ഇവിടെ നമുക്ക് കിട്ടുന്ന ജീവിതം ഒന്നെങ്കിൽ 63 അല്ലെങ്കിൽ 70, അതിനപ്പുറത്തോട്ട് പോകലാകുമോ? ഈ ജീവിതത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ നെട്ടോട്ടം ഓടുമ്പോ ഈ 60 വർഷം കിട്ടിയാൽ തന്നെ 30 വർഷം ഉറക്കമാണല്ലോ. ബാക്കി നമുക്ക് ജീവിതം എന്ന് പറഞ്ഞ് കിട്ടുന്നത് വെറും 20 വർഷം മാത്രമായിരിക്കും. ഇതിനുവേണ്ടി നമ്മൾ പെടാപ്പാടുപെടുകയാണ്. എന്തൊക്കെയൊക്കെ എത്തിപ്പിടിക്കാനുള്ള എന്തോ പത്രപ്പാടിലാണ്. പക്ഷേ ഈ പറഞ്ഞ ആ ജീവിതത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ എന്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഓരോ ദിവസവും നിമിഷവും നമ്മൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കേണ്ടതുണ്ട്.